ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളെ തന്നെ അമ്പലമായ ശ്രീ കഴക്കൂട്ടം മഹാദേവക്ഷേത്രത്തിലാണ്. പക്ഷേ മഹാദേവക്ഷേത്രത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ബാല്യത്തിൽ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ട് കൊണ്ടുകെട്ടുന്ന ഒരു ആനയുണ്ടായിരുന്നു, കാർത്തികേയൻ. എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം പുള്ളി കുറച്ച് കുപ്രസിദ്ധനുമാണ്. കാരണം അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആനക്കാരനെ പുള്ളിയുടെ വർക്ക് ചെയ്തുകൊണ്ട സമയത്ത് പുള്ളി കൊല്ലുകയും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാർത്തികേയനെ സംബന്ധിച്ചിടത്തോളം. ആ കാർത്തികേയൻ കൊച്ചിയിൽ ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വന്ന് എപ്പോഴും ഈ അമ്പലത്തിൻ്റെ അവിടെ കാർത്തികേയനെ കെട്ടിയിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് ഇരിക്കുകയും ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിരിക്കുക. ആന കണ്ടാലും കടൽ കണ്ടാലും ആൾക്കാർക്ക് ഒരിക്കലും മടുക്കൂലല്ലോ. അങ്ങനെ ആ ഒരു കാലത്തെ ഉള്ള കാർത്തികേയനുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ കാർത്തികേയനെ ഇപ്പോൾ കഴക്കൂട്ടത്ത് കൊണ്ടുവന്ന് കെട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. കാരണം ദേവസ്വം ബോർഡിൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് ആനയായ കാർത്തികേയൻ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. കാരണം ഉള്ളൂർ ദേവസ്വത്തിൽ ഈ ആനയെ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് ഒരു കോൺക്രീറ്റ് കുറ്റിയാണ്, അതിലാണ് ഈ ആനയെ കെട്ടുന്നത്. അല്ലാതെ അതിനൊരു മേൽക്കൂരയോ ബാക്കി സംവിധാനങ്ങളോ ഒന്നുമില്ല. ഈ മഴയായാലും വെയിലായാലും അത് എത്രയോ പ്രാവശ്യം കൊണ്ട് സഹിച്ച് നിന്ന ആനയാണ് കാർത്തികേയൻ. അപ്പം ആ കാർത്തികേയൻ ഇപ്പം ഇവിടെ കഴക്കൂട്ടത്ത് ഈ വർഷത്തെ മേടമാസത്തിലെ ആറാട്ടിനൊക്കെ കാർത്തികേയൻ തന്നെയാണ് തിടമ്പെടുത്തത്. പക്ഷേ ഇപ്പം കാർത്തികേയൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാർത്തികേയന് കാലിലൊക്കെ വ്രണമായി ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കാർത്തികേയനെ ഒരു ഉത്തരവിൻ പ്രകാരം കഴക്കൂട്ടം ക്ഷേത്രത്തിലേക്ക് മാറ്റുകയും ഇവിടെ ദേവസ്വം ഡോക്ടേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. കാരണം കേരളത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അഭിമാനമായിരുന്നു കാർത്തികേയൻ എന്ന് പറയുന്നത്. അത്രയും വലിയൊരു ആനയാണ്, അത്ര സുന്ദരനായ ഒരു ആനയാണ് ദേവസ്വം ബോർഡിനുള്ളത്. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ഒരു അനാസ്ഥ പലയിടത്തും ഉള്ളതായിട്ടൊരു റിപ്പോർട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ ഈ ആന എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അതൊരു ആനക്കാര്യം തന്നെയാണ്. കാരണം സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡ് ആന ഒരു ഉത്സവത്തിന് എഴുന്നള്ളിക്കപ്പെട്ടില്ലെങ്കിൽ അതിന് പകരമായി അവിടെ ഒരു പ്രൈവറ്റ് ആനയെ വയ്ക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് ആനയെ വയ്ക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ദിവസം 1 ലക്ഷം രൂപയോളമാണ് ആനയ്ക്ക് റെൻറ്റായി കൊടുക്കേണ്ടി വരുന്നത്. ഇത് ഒരു അവിഹിത കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നതെന്ന് ഒരു വാർത്തയുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും വെളിയിലുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും വെളിയിലുള്ള ആന മുതലാളിമാരും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധമാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ നിജസ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് കാർത്തികേയനെ നന്നായിട്ടറിയാം, വളരെ കൊച്ചിലേ തൊട്ടേ അറിയാം. അപ്പോൾ കാർത്തികേയനെ ഇങ്ങനൊരു അവസ്ഥയിൽ വന്നപ്പോൾ എനിക്ക് വന്ന് കാണാതിരിക്കാനും ഇങ്ങനൊരു വീഡിയോ ചെയ്യാതിരിക്കാനും കഴിയാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാർത്തികേയന് എല്ലാ അസുഖങ്ങളും മാറട്ടെ. ഈ ദേവസ്വം ബോർഡിൻ്റെയും മറ്റുദ്യോഗസ്ഥരെയും അവഗണനയിൽ നിന്ന് നമ്മുടെ കാർത്തികേയൻ മാത്രമല്ല ദേവസ്വത്തിലെ എല്ലാ ആനകൾക്കും ആ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെ സ്വത്വത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് ഈ ആനകളെ നമ്മൾ നശിപ്പിക്കാൻ തയ്യാറാവുന്നത്. എന്തായാലും കാർത്തികേയൻ എൻ്റെ കാഴ്ചപ്പാടിൽ കാർത്തികേയൻ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. കാരണം ആ ഗാംഭീര്യവും തലയെടുപ്പും എല്ലാം കുറഞ്ഞു. വളരെ പിന്നെ ഈ നമ്മൾ ആനക്കാരനുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് മനസ്സിലായൊരു കാർത്തികേയൻ കഴക്കൂട്ടത്തെ ഉത്സവത്തിന് മുമ്പ് തന്നെ കാർത്തികേയൻ ഉറങ്ങുന്നില്ല. കാർത്തികേയൻ ഉറങ്ങാതെ പണ്ടാണെങ്കിൽ ആന കിടന്നുറങ്ങുകയും ചെയ്യും. പക്ഷേ ഇവൻ കുറച്ച് നേരമൊക്കെ നിന്നുറങ്ങും, പക്ഷേ കിടന്നുറങ്ങുന്നില്ല. അതാണ് ഇതിനുള്ള കാരണമായിട്ട് പറയുന്നത്. പക്ഷേ എന്തായാലും കാർത്തികേയൻ്റെ അവസ്ഥ അത്ര സുഖകരമല്ല. ഇത് എല്ലാ ആനപ്രേമികളുടെയും ശ്രദ്ധയിൽ ഉണ്ടാവണം. ഞാൻ ഈ കാലിലെ വ്രണവും പാടുകളും ഒക്കെ കുറച്ച് കാണിക്കാം. എല്ലാം മരുന്ന് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പിന്നാലെ ചെയ്യുന്നതായിരിക്കും. കാലിലെ വ്രണങ്ങളൊക്കെ ഏകദേശം ഉണങ്ങി വരുന്നുണ്ട്. ഈ മരുന്നൊക്കെ കാലിലിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും എത്രയും പെട്ടെന്ന് കാർത്തികേയൻ സുഖമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെയും കൂട്ടുകാരനാണ് കാർത്തികേയൻ.